ശരി മിഥുൻ, എന്തായാലും മിഥുൻ, ഈ തിരക്ക് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അരവണ പ്രതിസന്ധിയും രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഒരാൾക്ക് വാങ്ങാൻ കഴിയുന്നത് 20 ക്യാൻ മാത്രം എന്ന തരത്തിലേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മിഥുനിലേക്ക് എത്താം, അതിന്റെ വിവരങ്ങൾ മിഥുൻ നൽകേണ്ടതുണ്ട്. അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയതിനു ശേഷം മിഥുനിലേക്ക് എത്താം. ഒരാൾക്ക് ഒറ്റയടിക്ക് 20 തരുള്ളൂ. അവിടെ അവരവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. നമ്മൾ 4 പേര് ഒരുമിച്ച് കയറിയെന്ന് വാങ്ങിച്ചു. അമ്പാണം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ബോർഡ് കണ്ടിട്ടാണ്. ഒരാൾക്ക് 20. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചു. പ്രതിസന്ധിയല്ല, ഞങ്ങൾക്ക് മൊത്തം 50 വേണമായിരുന്നു. അപ്പം ആ ബോർഡിൽ 20 എഴുതിയതുകൊണ്ട് ഞങ്ങൾ 4 പേര് ക്യൂ വന്നു. അപ്പോൾ ആദ്യത്തെ ആളെന്ന് ചോദിച്ചപ്പോൾ തന്നെ 50 തന്നു. ക്യൂവിൽ ആളുണ്ടെന്ന് പറഞ്ഞു. 40 അപ്പം തന്നു. അല്ല, പ്രതിസന്ധി ഉള്ളവരും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ബോർഡ് കണ്ടോണ്ടാണ്, അല്ലാതെ അവർ പറഞ്ഞൊന്നുമില്ല. മിഥുൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇത്തരത്തിൽ 20 ക്യാൻ മാത്രമാണോ നൽകുന്നത്? ഈ അപ്പം അരവണ വിതരണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി നിലവിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ? രോഹിണി, കഴിഞ്ഞ ദിവസങ്ങളിലായി 4 ലക്ഷത്തിന് മുകളിലാണ് അരവണ ദിനംപ്രതി വിറ്റുപോയത്. അരക്കോടിയിലേറെ വരുമാനം ഈ നട തുറന്ന് 20 ദിവസത്തിനുള്ളിൽ അരവണ വിൽപ്പനയിലൂടെ ദേവസ്വം ബോർഡിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അരവണ കൗണ്ടറിന് മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡുകൾ 20 ടിൻ മാത്രമാണ് ഒരു ഭക്തന് നൽകുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് 20 ടിൻ മാത്രമാണ് നൽകാനാവുക എന്നുള്ള ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബോക്സുകൾ അരവണയായി നൽകുകയില്ല എന്നുള്ള ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ബോക്സിൽ 10 ക്യാനാണ് ഉള്ളത്. ഇങ്ങനെ ഉള്ള ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അരവണ വിൽപ്പനയിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. ഈ നട തുറന്ന് ആദ്യ ദിവസങ്ങളിൽ 1.5 മുതൽ 2 ലക്ഷം വരെ ദിനംപ്രതി അരവണ വിറ്റുപോയപ്പോൾ പിന്നീട് അത് 3 ലക്ഷത്തിലേക്ക് എത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 4 ലക്ഷത്തിലേക്ക് എത്തുകയായിരുന്നു. ഈ കരുതൽ ശേഖരത്തിലുണ്ടായിരിക്കുന്ന കുറവാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അരവണ വിൽപ്പനയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ 20 ക്യാൻ മാത്രമാണ് ഒരു ഭക്തന്, ഒരു വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ള ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഇനിയുള്ള പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ ഇതിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് വഴിമാറും. ആദ്യം ആഴ്ചകളിൽ 1.5 മുതൽ 2 ലക്ഷം വരെ അരവണ ക്യാനുകൾ ഒരു ദിവസം വിറ്റുപോയി. പിന്നീട് അത് 3 ലക്ഷത്തിലേക്ക് എത്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് 4 ലക്ഷത്തിലേക്കും എത്തിയിരുന്നു. ഒരു ദിവസം 4 ലക്ഷത്തിലോളം അരവണകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിറ്റുപോയത്. ഈ കരുതൽ ശേഖരം എന്ന് പറയുന്നത് ഒരു 3 ലക്ഷത്തിന് മുകളിലേക്ക് ദിനംപ്രതി ഉൽപാദനം നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ പ്രതിസന്ധി കൂടാതെ അരവണ വിൽപ്പന സുഗമമായി നടത്താൻ സാധിക്കുകയുള്ളൂ. മുഴുവൻ ആളുകൾക്കും ആവശ്യമുള്ളത് നൽകുന്നത്. പക്ഷേ ഇപ്പോൾ അത് കരുതൽ ശേഖരം 3 ലക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ മാത്രമാണ്. കാരണം ഈ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ചേമ്പറുകളുടെ കുറവാണ് ഈ അരവണ കരുതൽ ശേഖരം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ 3 കരുതൽ ഈ ശീതീകരണ പ്ലാന്റുകൾ കൂടി സ്ഥാപിച്ചാൽ മാത്രമേ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ശരി മിഥുൻ, എന്താ രോഹിണിയിലെ ഒരു എല്ലാ മണ്ഡലകാലത്തും ഓരോ പ്രശ്നങ്ങളാണ്. ഒരു തീർത്ഥാടനകാലം ഇല്ല, പരാതികളും പ്രശ്നങ്ങളും. അത് മാത്രമല്ല, ഈ ആവർത്തിക്കുന്ന പ്രതിസന്ധികളെയും പരാതികളെയും കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന ഒരു പുതിയ ക്യാപ്സ്യൂൾ ന്യായീകരണം എന്ന് പറയുന്നത് അയ്യനെ കാണാൻ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണം എന്നാണ്. അല്ലാതെ അത് മറികടക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലടക്കം ഒന്നും ചെയ്യാൻ കെൽപ്പില്ലാത്ത ഒരു സർക്കാരാണ്. അത് ഈ സർക്കാർ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ്. സഭാലയത്തിൽ എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. വാരണാസി, അയോധ്യയൊക്കെ അടങ്ങുന്ന ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഒന്നും ഇത്രയും പ്രശ്നങ്ങൾ രൂപപ്പെടത്തില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് അങ്ങ് വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവിടെ പോകുന്ന ഭക്തരുടെ മനസ്സിനെയും അത് ദോഷകരമായിട്ട് ഈ ബാധിക്കുന്നുണ്ട്. ഈ തുടർച്ചയായി